ഞാൻ ഒരു സാധാരണ തൈലമല്ല. പല ദേശങ്ങളിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് ശേഖരിച്ച സസ്യങ്ങളുടെ സത്തുകളിൽ നിന്നും അപൂർവ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നുമാണ് ഞാൻ രൂപം കൊള്ളുന്നത്. എൻ്റെ ഓരോ തുള്ളിക്കും വിലയുണ്ട്. അത് എൻ്റെ കാലപ്പഴക്കത്തെ സൂചിപ്പിക്കുന്നു. ഒരു അടഞ്ഞ ഭരണിയിൽ ഇരുട്ടിൽ എൻ്റെ ഭാവിയെ ഓർത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സ്നേഹം നിറഞ്ഞ ഒരു സ്ത്രീയുടെ തണുത്ത സ്പർശനം ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ ഭരണിയുടെ മൂടി തുറന്നപ്പോൾ ഞാൻ എന്നേക്കുമായി അവസാനിച്ചു എന്നാണ് കരുതിയത്. എന്നാൽ എൻ്റെ അന്ത്യം ഒരു പുതിയ ആരംഭമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നെ അവൾ ആരുടെയോ പാദങ്ങളിൽ അർപ്പിക്കുവാൻ ആരംഭിച്ചു. ഈ പാദങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ്റേതല്ല. ഈ പാദങ്ങൾക്ക് പാപങ്ങളെ കഴുകിക്കളയുവാൻ കഴിവുള്ള ഒരു ശക്തിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഓരോ തുള്ളിയും അവൾ ആ പാദങ്ങളെ ആവരണം ചെയ്തപ്പോൾ എൻ്റെ സുഗന്ധം മാത്രമല്ല, അവളുടെ നിശബ്ദമായ സ്നേഹവും ദുഃഖവും കണ്ണുനീരും എന്നിലൂടെ കലർന്നു. ഇവൾക്ക് പാപമോചനം ലഭിച്ചു. എൻ്റെ സുഗന്ധത്തേക്കാൾ മാധുര്യമാർന്ന ആ വാക്കുകൾ എൻ്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ഇന്ന് ഞാൻ വെറുമൊരു പരിമള തൈലമല്ല, പാപമോചനത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും ദൃശ്യരൂപമാണ്. എൻ്റെ ഓരോ തുള്ളിയും ഓരോ ആത്മാവിനും രക്ഷയുടെ സൗരഭ്യവാസന നൽകട്ടെ.